സുഹൃത്തുക്കളെ, മിത്രം റെസിഡൻസ് അസോസിയേഷൻ ഒരു ഏകദിന ടൂർ പോകാൻ തുടങ്ങുകയാണ്. ദാ മെലഡി ഈ വാഹനം കണ്ടോ, ആൾക്കാരൊക്കെ കയറി ഇരുന്ന് തുടങ്ങി. ആയ് ആയ് ആ ആ ആ ആ ആൾക്കാരെല്ലാം ഇരുന്നു തുടങ്ങി. ഏകദിന ടൂറാണ്. പാഞ്ചാലിമേട് പരുന്തിൻപാറ. അപ്പോൾ അങ്ങ് പോകും. വണ്ടി റെഡി. പിന്നെ ഇവർ ചെറുപ്പക്കാരൊക്കെ ഇനി കയറിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുൻ കൗൺസിലർ പുള്ളിക്കാരൻ വരുന്നില്ലെന്ന് തോന്നുന്നു ആ വേഷം കാണുമ്പോൾ, അല്ലേ? വരുന്നില്ല. എന്താ അവിടെ മാറിയിരിക്കുന്നത്? അത് വരുന്നില്ല. ഓക്കെ. അപ്പോൾ അത് വരുന്നില്ല. അതാണ് സംഭവം. ബാക്കിയുള്ളവരെല്ലാം കയറുന്നതാണ്. ഓക്കെ. ടൂർ മാനേജർ സിജോ നല്ല അധ്വാനത്തിലാണ്. ടൂർ മാനേജർക്ക് ഇപ്പോൾ സമയമില്ല. അതെ. പിന്നെ നമ്മുടെ കലാകാരൻ, സുപ്രസിദ്ധ ഗായകൻ ജോസേട്ടനാണ് വന്ന് നിൽക്കുന്നത്. പുള്ളിക്കാരനുണ്ട്. ചങ്ങാതി വരുന്നില്ലേ? അത് ശരി, യാത്രയാക്കാൻ വന്ന്. നന്ദു ആവട്ടെ. അപ്പോൾ എല്ലാവരും ഒക്കെ കയറിയിരിക്കുകയാണ്. ഇനിയും പലരും വരാനുണ്ട്. അൽഫോൻസി നമ്മുടെ കൗൺസിലറുണ്ട്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ യാത്ര തിരിക്കാൻ പോകുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ആളുകൾ. മക്കളെ, ഞാൻ വരാടാ, ഒന്ന് കറങ്ങി ഇങ്ങ് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ലൈവാണ്. ടോമി എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ വളരെ ഉഷാറായിട്ടിരിക്കുന്നു. വെറ്ററൻ ചേച്ചി ഒക്കെ ഉണ്ട്. അങ്ങനെ ഏകദിന ടൂറ് പാഞ്ചാലിമേട് പരുന്തിൻപാറ പോയി കണ്ടു തന്നെ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി. പിള്ളേരൊക്കെ വളരെ ഉഷാറായിട്ടിരിക്കുകയാണ്. ഓക്കെ, ബായ്. ജോസേട്ടാ, ഞാൻ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം. ജോസേട്ടനും കൂടെ കാണിച്ചു തരാം. നമ്മുടെ കലാകാരനാണ്. ഇന്നല്ല. അപ്പോൾ ഇനി നമുക്കൊരു ഡ്രൈവർ സാറുണ്ട്. ഡ്രൈവർ ഇറങ്ങിപ്പോയി. കുഴപ്പമില്ല. അതിൽ കുറച്ച് പേര് യാത്ര അയക്കാൻ വന്നവരാണ്. ലുങ്കി ഒക്കെ ഉടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ യാത്ര അയക്കാൻ വന്നതാണ്. മുൻ കൗൺസിലർ ജോജി ചാരുപിലാവിൽ. കുട്ടി പോവല്ലേ? കുഞ്ഞിപ്പെണ്ണെ രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു മൂഡൌട്ടാണ്. കുഴപ്പമില്ല, തമ്പി ചേട്ടൻ്റെ അടുത്ത് നിന്നോളും. വരൂല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചെല്ലപ്പൻ ചേട്ടനാണ് നമ്മുടെ മാനേജിങ് കമ്മിറ്റി അംഗമാണ്. ചേട്ടൻ വരുന്നുണ്ട്. ഓക്കെ. ഇനി അവിടെ ബാക്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അവിടെയും ഉണ്ട് ആൾക്കാർ. വരുമല്ലേ? പോവുകയാണെന്ന് പിന്നെ പ്രത്യേകം പറയണോ? നമ്മളെ ഡ്രൈവറാണ്, പുള്ളിക്കാരനാണ് മെയിൻ ഡ്രൈവർ. എന്നാ പേര്? ധനേഷ്. ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരോടും പോരുന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രീജിത്തിനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുകയും ചെയ്തു. ഓക്കെ. മറവത്ത് കിളികൊടു പോലൊരു വീടുണ്ട്, മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര ഏകദിന വിനോദയാത്ര പാഞ്ചാലിമേട് പരുന്തിൻപാറ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഐശ്വര്യമായി വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ പ്രഗത്ഭരായ സാരഥികളുണ്ട്. അത് ശ്രീജിത്ത്. ധനേഷ് വളരെ
സുരക്ഷിതമായി വണ്ടി ഓടിക്കുകയാണ്. പുള്ളിയുടെ ശ്രദ്ധയൊന്നും ഇങ്ങോട്ട് ഇപ്പോഴും വരത്തില്ല. അപ്പോൾ ഇവരുടെ കയ്യിലാണ് നമ്മുടെ സുരക്ഷിതത്വം. അപ്പോൾ അവർ വളരെ പ്രഗത്ഭമായി സുരക്ഷിതമായി വണ്ടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അത് അപ്പു എന്നറിയപ്പെടുന്ന കെവിൻ നമ്മുടെ അയൽവക്കക്കാരനാണ്. ഓക്കെ, പുള്ളിക്കാരൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓക്കെ. സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, രാജേട്ടാ പാട്ട് പാടണം. വസുന്ധരേ വസുന്ധര. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് ഭരണങ്ങാനം പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഭരണങ്ങാനം. അപ്പോൾ അത് തെറ്റൊന്നുമില്ല. രാവിലെ നാക്കും തിരിയുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഭരണങ്ങാനം പള്ളി ഇന്ന് നമ്മൾ മിത്രം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ആകെ പ്രശ്നം തന്നെ. ടൂറ് ആരംഭിച്ചു. ഏകദിന വിനോദയാത്ര പാഞ്ചാലിമേട് പരുന്തിൻപാറ. അപ്പോൾ രാവിലെ 6:30 പിറവത്ത് നിന്ന് തിരിച്ചു. ഇപ്പോൾ സമയം 8 മണിയോട് അടുക്കുന്നു. ഭരണങ്ങാനത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ പള്ളിയിൽ പോകേണ്ടവർക്ക് പോകാം. കുറച്ച് നേരം വിശ്രമിക്കാം. റിഫ്രഷ്മെൻറ്റിനുള്ള സമയമുണ്ട്. പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം, ഒരു ലഘുഭക്ഷണമല്ല, പ്രാതൽ കഴിക്കാനും അവസരമുണ്ട്. അപ്പോൾ 1 മണിക്കൂർ സമയം. അത് കഴിഞ്ഞ് 9 മണിയോടുകൂടി ഇവിടെ നിന്ന് തിരിക്കും പാഞ്ചാലിമേട്ടിലേക്ക്. അപ്പോൾ സുപ്രസിദ്ധമായ ഭരണങ്ങാനം പള്ളി കോമ്പൗണ്ടാണ്. ഇവിടെ ഈ ഒരു സൗകര്യമുണ്ട്. അൽഫോൺസാമ്മയുടെ പള്ളി, വിശുദ്ധ അൽഫോൺസാമ്മയുടെ പള്ളിയാണ് ഭരണങ്ങാനം പള്ളി. ഇവിടെ വളരെ വിശാലമായ ഗ്രൗണ്ടും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ വാഹനങ്ങൾ അവിടെ കിടക്കുന്നു. അത് നമ്മുടെ വാഹനം മെലഡി എന്നെഴുതിയിരിക്കുന്നത്, അത് പുറത്തുനിന്ന് വന്നത്. അതിലാണ് ഞങ്ങൾ 47 പേര്, 2 ഡ്രൈവർമാരും ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഭരണങ്ങാനം പള്ളിയിലെ സ്റ്റെപ്പ് കയറുകയാണ്. അൽഫോൺസാമ്മ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ അൽഫോൺസാമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് ഭരണങ്ങാനം പള്ളി. അങ്ങനെ ഭരണങ്ങാനം പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഭരണങ്ങാനം പള്ളി. ഇവിടെ ഉള്ള കാഴ്ചകൾ പങ്കുവയ്ക്കാം. ഉണ്ടോ? വിശുദ്ധ അൽഫോൺസാമ്മയുടെ പള്ളി. വിശുദ്ധ അൽഫോൺസാമ്മ. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മുടെ പിള്ളേരാണത്. പ്രാർത്ഥിച്ചോ? ഓക്കെ, നമ്മുടെ പിള്ളേരാ. നമ്മുടെ കൂടെ വന്ന് പിള്ളേർ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. ഭരണങ്ങാനം പള്ളി.
അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട്. ടോമി അദ്ദേഹം ഒരു വലിയ ഭക്തനാണ്. വിശുദ്ധ അൽഫോൺസാമ്മ. ജോസേട്ടൻ ആ അത് നമ്മുടെ കൂടെ വന്ന ചേട്ടനാണ്. രാജേട്ടാ പ്രാർത്ഥിച്ചോ? ഞാനകത്ത് കയറി എടുത്തു. നമസ്കാരം. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥന കഴിഞ്ഞോ? ഓക്കെ. ആ ഞാൻ വെരി ഗുഡ്. ഞാനകത്ത് കയറി ഞാനും പ്രാർത്ഥിച്ചു. ഇവിടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജപമാല പ്രദക്ഷിണത്തിനുള്ള ഈ തിരിക്കാലുകൾ അനുവാദം കൂടാതെ എടുക്കരുത്. തിരിക്കാലുകളാണ്. അതൊക്കെയാണ് മലയാറ്റൂർ ഭരണങ്ങാനം പള്ളിയിലെ കാഴ്ചകൾ. ഹലോ സുഹൃത്തുക്കളെ, ഇത് തട്ടാത്തി കാനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പൈൻ ഫോറസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം കഴിഞ്ഞു KK റോഡ്, കോട്ടയം കുമിളി റോഡിൽ കുട്ടിക്കാനം കഴിഞ്ഞ് ആണ് ഈ തട്ടാത്തി കാനം. അപ്പോൾ തട്ടാത്തി കാനത്ത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡിൽ. എന്നിട്ട് ഇവിടെ ഇറങ്ങി ഇത് കാണുകയാണ്. നല്ല വലിയ കുറേ പൈൻ മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ്. എല്ലാവരും ഇങ്ങ് വന്നില്ല. ഒരു 30 ഉറുപ്പിക ടിക്കറ്റ് എടുക്കണം. അപ്പോൾ കുറേ പേര് അവിടെ നിൽക്കുകയാണ്. ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ നമ്മളെ ആളുകളെയും കണ്ടില്ല. എവിടെയെന്നാണ് നോക്കിയത്. ഇവിടെ വന്ന് കയറി. ഇത് കൊള്ളാം അല്ലേ? എന്ത് പറയുന്നു നിങ്ങൾ ഇതിനെപ്പറ്റി? വളരെ മനോഹരം. അപ്പോൾ ആ പിള്ളേരെങ്ങനെ മുന്നോട്ട് പോയാ? അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ടൊന്ന് നടന്നു വരാം. അപ്പോൾ ഇത് അധികം കേട്ടിട്ടില്ലാത്ത ഒരു സെൻ്റർ ആണെങ്കിൽ പോലും വളരെ രസകരമായ സംഭവം. ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. തട്ടാത്തി കാനം പൈൻ ഫോറസ്റ്റ്.
അപ്പോൾ ഞങ്ങളുടെ മിത്രം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഏകദിന വിനോദയാത്ര പാഞ്ചാലിമേട് പരുന്തുംപാറ. അതിൽ ചെറിയൊരു റൂട്ട് മാറ്റം നടത്തി. കാരണം മുറിഞ്ഞ പുഴയിൽ നിന്ന് വലതോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോകുമ്പോഴാണ് പാഞ്ചാലിമേട്. പക്ഷെ ആ വഴി ഇടുങ്ങിയതും റിസ്ക് നിറഞ്ഞതും ആണെന്നും അത് വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത ആണെന്നും ഒരു അഭിപ്രായം ഡ്രൈവർ സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി അങ്ങനെ ഒന്ന് വഴിതിരിച്ച് വിട്ടു. അതുകൊണ്ട് പരുന്തുംപാറ വാഗമൺ ഒന്ന് മാറ്റി അത് നമ്മളെ പാഞ്ചാലിമേട് കട്ട് ചെയ്തു. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെ ഉഷാറായിട്ട് സാഹസികരായിട്ട് നിങ്ങളാണ് ഇവിടെ എത്തിയത്. നമ്മുടെ മറ്റ് സുഹൃത്തുക്കളൊന്നും ഇവിടെ എത്താത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. എടാ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഉഷാറ്, സൂപ്പർ. ഇത് കാണാനായിട്ട് ഇവിടെ വരാത്തവർക്ക് നഷ്ടമാണോ ലാഭമാണോ? അത് വരാത്തവർക്ക് നഷ്ടമല്ലേ? ആ സിജോ, നീ എന്തോന്ന് പറയുന്നു? ആ ആ ഇനി നിങ്ങളോട് ഒരു കുരുക്ക പിടിച്ച ചോദ്യം ഞാൻ ചോദിക്കാം. എടാ, നിങ്ങൾ എനിക്ക് കാണിച്ചു തരാത്തണ്ടടാ. അയ്യോ അയ്യ, ഇവിടെ അപ്പുറത്ത് ഫുട് പ്രിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് മാനിന്റെയും. അതിനെ പിടിക്കാമെന്ന കൂലി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ സാഹസികരായ പിള്ളേർ തട്ടാത്തിക്കാനം പൈൻവാലി എനിക്ക് തോന്നി. ഞാൻ വീണാലും വേണ്ടൂല, എനിക്ക് മൊബൈൽ പോവാതിരുന്നാൽ മതി. അതെ.